എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ്റ്റർ ആൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമ്മുടെ ഓൾ ടൈം എവറി ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള പോപ്പുലർ റെസിപ്പിയാണ് മസാല ദോശ. അത് പല തരത്തിൽ നമുക്ക് മസാല ദോശ ചെയ്യാം. നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിലത്തെ പോലെ ബീറ്റ്റൂട്ടൊക്കെ ഇട്ട് ചെയ്യുന്നതുണ്ട്. ഇനി മൈസൂർ മസാല ദോശയുണ്ട്. ഒരുപാട് മസാല ദോശയുണ്ട്. ചീസ് ചേർത്ത് ചെയ്യുന്നതുണ്ട്. നമ്മൾ ബേസിക്കും തുടങ്ങണമല്ലോ. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ എങ്ങനെ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊന്ന് കഴുകിയതിന് ശേഷം നമുക്കതൊന്ന് സ്റ്റീം ചെയ്ത് വേവിച്ചെടുക്കണം. ആദ്യം സ്റ്റീം ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ തൊലി അങ്ങ് കളഞ്ഞാൽ മതി. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടൻ തന്നെ ഒന്നുകൂടെ ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് പോകാനായിട്ട്. ഇപ്പോൾ ഇവിടെ സ്റ്റീമർ റെഡിയാണ്. ഇതൊന്ന് പുഴുങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിയും മറ്റു കാര്യങ്ങളൊക്കെ മസാല ശരിയാക്കാം. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ പുഴുങ്ങിയതിന് ശേഷം പൊടിച്ച് ചേർക്കുന്നതാണ് മസാല ദോശയ്ക്കകത്ത് എപ്പോഴും നല്ലത്. ഇതിപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഒന്ന് തണുത്തതിന് ശേഷം നമുക്കതിൻ്റെ സ്കിൻ കളഞ്ഞിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിനുള്ള മസാല തയ്യാറാക്കാം. ബേസ് കട്ടിയുള്ളൊരു പാത്രം വെച്ചു. പാത്രം ചൂടാകുന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. എണ്ണ ചൂടാകുന്നുണ്ടെങ്കിൽ അതിലേക്ക് കടലപ്പരിപ്പ്, അതായത് ചിക്കീസ്, അതുപോലെ ഉഴുന്ന് പരിപ്പ്, ജീരകം, കടുക്, 2-3 വറ്റൽമുളക് മുറിച്ചത്, ഇപ്പം കായം, ഇതിലേക്ക് കറിവേപ്പില. ഇതൊന്ന് റോസ്റ്റ് ചെയ്യണം. ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ മതി. അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ് ഇഞ്ചി ഇടാം. ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക്. ആ പച്ചമുളകിൻ്റെ പച്ചമണം ഒന്ന് മാറിയാൽ മാത്രം മതി. ഒരു ഉള്ളി കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പച്ചമുളക് റോസ്റ്റ് ആവത്തില്ല. പച്ചമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി ചെറുതായിട്ട് അരിഞ്ഞ് ഉള്ളി ഇടാം. അതൊന്ന് ട്രാൻസ്ലൂസൻ്റ് ഒന്ന് ആകണം. അപ്പോഴത്തേനും നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്കും നമ്മൾ അടുപ്പയിലുള്ള ഉള്ളി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്യണം. ഉള്ളി ഇപ്പം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉപ്പിടാം. അതുപോലെ മഞ്ഞളിട്ടു. പിന്നെ മല്ലിയില അത് തണ്ടോട് കൂടെ തന്നെ അരിഞ്ഞിടാം. ഇത് ഓപ്ഷനിലാണ്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഉപ്പിടുന്നത് ഉപ്പിച്ചിരി മുമ്പോട്ട് നിന്നാലേ നമ്മൾ ഉരുളക്കിഴങ്ങ് കൂടെ ചേർക്കുമ്പം അതിന് കറക്റ്റായിട്ട് ഉപ്പുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഉള്ളിക്ക് ഒരു ശകലം ഉപ്പ് മുൻപോട്ട് നിൽക്കണം. ഇതിലേക്ക് നമ്മളിനി പൊടിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിടാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇപ്പോൾ നമ്മുടെ മസാല ദോശയ്ക്കുള്ള മസാല റെഡിയാണ്. ഇതിപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് ആവിയിൽ വെച്ച് പുഴുങ്ങുന്നതുകൊണ്ട് ശേഷം പോലും വെള്ളം കാണത്തില്ല. നല്ല കുഴഞ്ഞ് സോഫ്റ്റായിട്ട് ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇച്ചിരി മോയിസ്റ്റായിട്ട് വേണമെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ടെക്സ്ചർ ആകും. എപ്പോഴും ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് ചേർക്കുന്നതാണ് മസാല ദോശയ്ക്ക് നല്ലത്. അതൊരല്പം മോയിസ്റ്റ് ആക്കാനായിട്ട് ഞാൻ തുള്ളി വെള്ളം ഒഴിക്കുകയാണ്. 1-2 സ്പൂണേ ഒഴിക്കാവൂ. അപ്പോൾ ഇത് നല്ലപോലെ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ തയ്യാറാക്കാം. അതിലേക്ക് ഈ മസാല വെച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ മസാല ദോശ റെഡി. ഇതിൽ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് പച്ചയ്ക്ക് ഇടാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ വന്നോളും. എന്നിട്ട് നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിനി ദോശ ഉണ്ടാക്കാം. കല്ല് ചൂടാകുന്നുണ്ടെങ്കിൽ നമുക്ക് മാവ് ഒഴിക്കാം. എണ്ണ അത് വളരെ കുറച്ചേ പരത്താവൂ. അതല്ലെങ്കിൽ ദോശ നമ്മൾ പരത്തുന്ന കൂടെ ആ സ്പൂണിൻ്റെ കൂടെ ഇഞ്ഞ് പോരും. എന്നിട്ട് നമുക്ക് അതിനകത്ത് ഓയിലോ ഗീയോ നമുക്ക് ഇഷ്ടമുള്ള ഒഴിക്കാം. അത് ഓപ്ഷനിലാണ്. ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ദോശ കിട്ടും. ഇങ്ങനെ ക്രിസ്പി ആകുന്ന ഉടനെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാല വയ്ക്കാം നടുഭാഗത്തേക്ക്. ദോശ എത്രമാത്രം ക്രിസ്പി ആകണമെന്ന് നമ്മൾ തന്നെ തീരുമാനിച്ചാൽ മതി. ഇത്രയും വേണ്ടെങ്കിൽ അതിന് മുമ്പേ നമുക്ക് മസാല വെച്ചിട്ട് അങ്ങ് അടച്ചു വെച്ചാൽ മതി. നമ്മുടെ ക്രിസ്പി മസാല ദോശ റെഡിയാണ്. കണ്ടോ? അങ്ങനെ നമുക്ക് ഓരോ മസാല ദോശ അങ്ങ് ചെയ്തെടുത്താൽ മതി. മസാല ദോശയ്ക്ക് എപ്പോഴും ഇച്ചിരി ക്രിസ്പി ആയിട്ടുള്ള ക്രീപ്സ് പോലെ ചെയ്യുന്നതാണ് നല്ലത്. സാധാരണ ദോശയെക്കാട്ടിലും ഇച്ചിരി ക്രിസ്പി ആയിട്ടിരിക്കണം ദോശ. സൂപ്പർ മസാല ദോശ റെഡിയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കമൻസായിട്ട് പോസ്റ്റ് ചെയ്യണം. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ മറ്റുള്ളവരിലൊക്കെ ഒന്ന് എത്തിക്കണം. നമ്മുടെ മസാല ദോശ എപ്പിസോഡ് അങ്ങനെ പൂർത്തിയാവുകയാണ്. ഈ മസാല ദോശയുടെ മെയിനായിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് അതിനകത്ത് മസാലയുടെ ഫ്ലേവറാണല്ലോ. ദോശ നമുക്കറിയാവുന്ന ടേസ്റ്റാണ് എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. Till then, I am signing off and you stay safe.